ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു തട്ടുകട സ്റ്റൈൽ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ പീസും എഗ് മസാലയും ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവോളയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എടുത്തത് ഏകദേശം ഒരു 2 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നടുവായിട്ട് കീറുക. പിന്നെ ഒരു പിടി മല്ലിയില, പിന്നെ ഒരു വലിയ തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഒരു 3 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മിനിമം ഒരു 3 മുട്ടയെങ്കിലും എടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസിന് പകരം സാധാ ഗ്രീൻ പീസും എടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് ആകുമ്പോൾ നമുക്ക് പണി എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാനൊരു വലിയ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പാൻ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. അങ്ങനെ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വന്നാൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് ഒരു വലിയ സവോള ഇതേപോലെ അരിഞ്ഞത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് കാരമലൊന്നും ആക്കണ്ട, ഇതേപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവോള ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കുവാനുള്ളത് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. അതും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അല്ല ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത്. ഇനി നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത്. അപ്പോൾ തക്കാളിക്ക് ഇത്തിരി വേവുണ്ട്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് കുറച്ച് പൊടികളാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പൊടികളാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്തത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അധികം മഞ്ഞൾപ്പൊടി വേണ്ട, കുറച്ച് മതി. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു നുള്ള് ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാല അധികം ഇടണ്ട, കാരണം നല്ലൊരു മണം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ജസ്റ്റ് ആ ഫ്ലേവർ ഒന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് ഇവയെല്ലാം ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് നേരത്തെ തന്നെ എടുത്തു വെച്ച് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ കുക്കിങ്ങിന് മുന്നേ തന്നെ ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. എന്നാൽ മാത്രമേ നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടുകയുള്ളൂ. പിന്നെ മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ ഇതിലിപ്പോൾ ഇത്തിരി വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് അടച്ച് വെച്ച് ഞാൻ വേവിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഞാൻ വറ്റിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ടും വറ്റി. അപ്പോൾ ഞാനിനി ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാൻ പോകുന്നത് നേരത്തെ തന്നെ മാറ്റി വെച്ച മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 3 മുട്ടയെങ്കിലും എടുക്കണം. എന്നാലേ ഒരു കപ്പ് ഗ്രീൻ പീസിന് മുട്ട നന്നായിട്ട് മസാലയായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അങ്ങനെ മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് ഗ്രീൻ പീസും മുട്ടയും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഗ്രീൻ പീസിൻ്റെ മീതെ മുട്ട നന്നായിട്ട് പിടിക്കുന്ന പോലെ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അതേപോലെ തന്നെ മസാലയും ഈ ഒരു മുട്ടയിൽ പിടിക്കുന്ന വിധം വേണം ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുവാൻ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില ഞാനിവിടെ ഏകദേശം ഒരു പിടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഈ മല്ലിയില ഒരിക്കലും മിസ്സാക്കരുത്. കാരണം മല്ലിയില ഇതിനൊരു പ്രത്യേക നല്ലൊരു സ്മെല്ല് കൊടുക്കും. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊരിക്കലും ഒഴിവാക്കരുത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുരുമുളകും സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ പീസും എഗ് മസാലയുടെയും ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കുവാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടില്ലേ, അതേപോലത്തെ സെയിം റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസും എഗ് മസാലയും തയ്യാറായി കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെയുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രീൻ പീസും എഗ് മസാലയുടെയും ഫൈനൽ ലുക്ക്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.